ശ്രീമതി ചെങ്കൽ സുകുമാരി രചിച്ച വൈരശുദ്ധി എന്ന പുസ്തകത്തിന്റെ ചർച്ചയാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ ജി രാജേന്ദ്ര പിള്ള, ജസീന്ത മോറിസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീമതി ചെങ്കൽ സുകുമാരി അവരുടെ വൈരശുദ്ധി എന്ന നോവലാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിയമസഭാ സമുച്ചയത്തിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേളയിൽ ഈ പുസ്തകം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. പുസ്തകത്തിനെക്കുറിച്ച് ഒരു മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ യാതൊന്നും തന്നെ സംസാരിക്കുന്നില്ല. കാരണം പുസ്തകത്തിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുവാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാനും ഒക്കെ പ്രശസ്തരായ എഴുത്തുകാർ അല്ലെങ്കിൽ നിരൂപകർ ഇവിടെ ഉള്ളപ്പോൾ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഔചിത്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വാഗതം ആശംസിച്ചിട്ട് ഞാൻ പിന്നിലേക്ക് മാറാം എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ എഴുത്തുകാരി ചെങ്കൽ സുകുമാരി നമുക്ക് എല്ലാവർക്കും അറിയാം. സാഹിത്യ കുലപതി CV രാമൻപിള്ള അവരുടെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എഴുത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും അല്ലെങ്കിൽ പ്രത്യേകതകളും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീ എന്ന് പറയുന്നത് അഗ്നിയാണ്. ആ അഗ്നിയെ ചൊടിപ്പിച്ചാൽ അത് എല്ലാത്തിനെയും ഭസ്മമാക്കി കളയും എന്ന ഒരാശയം കൂടി ഈ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയെ വെറും ഒരു സ്ത്രീയായി കാണാതെ അവൾ അമ്മയാണ്, അവൾ സർവം സഹയാണ്. എന്നാൽ അവളെ പ്രകോപിപ്പിച്ചാൽ അവൾ അഗ്നിയാണ്, എല്ലാം ഭസ്മമാക്കുന്ന അഗ്നി. അപ്പം അതുകൊണ്ട് തന്നെ ഈ നോവലിൻ്റെ ഇതിവൃത്തവും അതിനോടനുബന്ധിച്ച് തന്നെയാണ്. പുസ്തകത്തിനെക്കുറിച്ച് ഇവിടെ പറയും. സ്വാഗതം ആശംസിക്കാനുള്ളത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ് ഇവിടെ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതും തുടങ്ങി വയ്ക്കുന്നതും. ഓണക്കൂർ സാറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും തന്നെയില്ല. ലോകം അറിയപ്പെടുന്ന നല്ല സാഹിത്യകാരൻ, നല്ല കഥാകാരൻ. എത്രയോ വർഷങ്ങളായി മലയാള സാഹിത്യത്തിൽ നോവലിൻ്റെ യഥാർത്ഥ രൂപം മലയാളിക്ക് കാട്ടിത്തന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ്. അദ്ദേഹത്തിൻ്റെ അനവധി കഥകൾ സിനിമകളാക്കുകയും ചെയ്തുകൊണ്ട് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ 50 വർഷം സാഹിത്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള 50 വർഷം പൂർത്തിയാക്കിയത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഡോക്ടർ ഓണക്കൂർ സാർ ഈ പുസ്തകത്തിനെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജി രാജേന്ദ്രപിള്ള അവരുകളെയും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് സാഹിത്യ നിരൂപണത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ ജി രാജേന്ദ്രപിള്ള. അദ്ദേഹം പുസ്തക നിരൂപണം നടത്തുന്നതിൽ ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. നല്ലതുപോലെ പഠിച്ച് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ ഗുണമേന്മകളെക്കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് പ്രത്യേക തന്നെയാണ്. ഡോക്ടർ ജി രാജേന്ദ്രപിള്ള അവരുകളെ സ്വാഗതം ചെയ്യും. ശ്രീമതി ജസീന്ത മോറിസ് AG's ഓഫീസിലായിരുന്നു ജോലി. ഈ അടുത്ത കാലത്താണ് റിട്ടയർ ചെയ്തത്. ഒരു സർവകലാ വല്ലഭ എന്ന് തന്നെ നമുക്ക് പറയാം. അഭിനയത്തിലായിരുന്നാലും എഴുത്തിലായിരുന്നാലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന, പ്രഭാഷണ കലയിലായിരുന്നാലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീമതി ജസീന്ത മോറിസ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ഈ ജസീന്ത മോറിസ് നമ്മുടെ മലയാള സാഹിത്യ ലോകത്തിന് ഒരു സമ്പത്താണ് എന്ന് പറയുന്നതിൽ എനിക്ക് അല്പം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഞാനത് പറയുകയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ ഏറ്റവും നല്ല ഒരു എഴുത്തുകാരിയായി മലയാളത്തിൽ അറിയപ്പെടുമെന്നൊരു സംശയമില്ല. നല്ല അഭിനേത്രിയുമാണ്. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ അവതരിപ്പിക്കുകയുണ്ടായി, അവരുടെ സിനിമ പുറത്തിറങ്ങുകയുണ്ടായി. നിങ്ങളെല്ലാവരും അതും കൂടി കാണണം എന്ന് അതിൻ്റെ പേരും മറ്റുമൊക്കെ ശ്രീമതി ജസീന്ത മോറിസ് തന്നെ പറയും. എന്തായിരുന്നാലും എൻ്റെ സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീമതി ചെങ്കൽ സുകുമാരിയെ കൂടി പരിചയപ്പെടുത്തുന്നു. ഈ പുസ്തകം അവരുടെ വൈരശുദ്ധി എന്ന പുസ്തകം ശ്രീമതി ചെങ്കൽ സുകുമാരിയുടേതാണ്. അവർ
ഈ നോവൽ വളരെ മനോഹരമായി പാരായണക്ഷമതയോടുകൂടി എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ പ്രത്യേകത തന്നെയാണ്. ഇത് മലയാള സാഹിത്യത്തിന് കിട്ടിയ ഒരു സംഭാവനയായി നമുക്ക് തന്നെ കരുതാം. ശ്രീമതി ചെങ്കൽ സുകുമാരിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ഈ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. സമാദരണീയനായ ശ്രീ രാജേന്ദ്രൻ പ്രസാദ് സാർ, ഏറ്റവും പ്രിയപ്പെട്ട ജസീന്ത മോറിസ്, പ്രിയങ്കരനായ കലാം കൊച്ചേറ, നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാകുന്ന വൈരശുദ്ധി എന്ന നോവലിൻ്റെ രചയിതാവ് പ്രിയങ്കരിയായ ചെങ്കൽ സുകുമാരി, എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ മധ്യാഹ്നത്തിൽ മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമ മഹാനായ CV രാമൻ പിള്ളയുടെ കൊച്ചുമകൾ പ്രിയപ്പെട്ട ചെങ്കൽ സുകുമാരിയുടെ അക്ഷരലോകത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. മലയാളത്തിൻ്റെ സാഹിത്യഗുരു എന്ന് നിർവിശങ്കം അടയാളപ്പെടുത്തുന്ന മഹാത്മാവ് CV രാമൻ പിള്ള ആണ്. ഒരു വാക്ക് എനിക്ക് അഭിമാനപൂർവ്വം പറയാതെ വയ്യ. അത് ഈ നോവലിൻ്റെ രചനയുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും തിരുവനന്തപുരത്ത് എനിക്ക് അനുഭവപ്പെട്ട ഒരു വലിയ അഗ്നി പരീക്ഷണം CV രാമൻ പിള്ളയുമായി സംബന്ധിച്ച് ഉള്ളതായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അഗ്നി പരീക്ഷണം എന്ന് പറയുന്നതിനും ഒരർത്ഥമുണ്ട്. 5 നോവലുകൾ എഴുതിയിട്ടുള്ള എൻ്റെ അറിവിൽ പ്രിയപ്പെട്ട ചെങ്കൽ സുകുമാരിയുടെ നോവലുകളുടെ നാമകരണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പദം അഗ്നി എന്നാണ്, അല്ലേ? പല നോവലുകളിലും ആ പേര് വന്നിട്ടുണ്ട്. അവരുടെ സാഹിത്യ യാത്രയോടൊപ്പം ഒത്തുചേരുന്നതിന് ഒട്ടേറെ അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ അതിന് നിമിത്തം ആയത് CV രാമൻപിള്ള എന്ന മഹാശയൻ തന്നെയാവും എന്നാണ് എൻ്റെ വിചാരം. കാരണം CV രാമൻപിള്ള നാഷണൽ ഫൗണ്ടേഷൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓർത്ത് അഭിമാനിക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വളരെ 10-15 വർഷമായില്ലേ, 10-15 വർഷമായി പകരം ഒരാളെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആ ചുമതല വഹിക്കുകയാണ്. ഇനി വേണമെങ്കിൽ എനിക്ക് അത് ഒഴിവാകാം എന്നുണ്ട്, തയ്യാറുമാണ്. പക്ഷേ എൻ്റെ ഒരു ദൗത്യം, എളിയ ദൗത്യം നിർവഹിച്ചു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ പദവിയിൽ നിന്ന് വിരമിക്കുന്നത്. CV രാമൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന്, പ്രതിമ സ്ഥാപിക്കുന്നതിന് സർക്കാർ 10 ലക്ഷം രൂപ ഒരു ഘട്ടത്തിൽ അനുവദിക്കുകയുണ്ടായി. ബഡ്ജറ്റ് പ്രൊവിഷൻ 10 ലക്ഷം രൂപ. ആ 10 ലക്ഷം രൂപയും കയ്യിൽ വെച്ച് പ്രതിമാ സ്ഥാപനത്തിന് സ്ഥലം തേടി ഇറങ്ങിയപ്പോൾ ഞാനന്ന് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായിരുന്നു. എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ അന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ഈ ബോർഡിൻ്റെ ചെയർമാനും ആയിരുന്നു. അന്ന് ഒരു പ്രമേയം ഞങ്ങളുടെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. CVക്ക് ഒരു പ്രതിമ നമ്മുടെ പബ്ലിക് ലൈബ്രറിയുടെ അങ്കണത്തിൽ സ്ഥാപിക്കണം എന്ന്. വളരെ നിർദോഷമായ ഒരു കാര്യം. ഉള്ളൂരിൻ്റെ പ്രതിമ അവിടെയുണ്ട്. CV രാമൻപിള്ളയുടെ ഒരു പ്രതിമ സ്ഥാപിക്കേണ്ടത് വഴിയോരത്തല്ല, മറിച്ച് പബ്ലിക് ലൈബ്രറിയിൽ തന്നെ ആവണം എന്നുള്ളതിന് യാതൊരു നീതികേടുമില്ല. സുസമ്മതമായി അത് അംഗീകരിക്കപ്പെട്ടു. അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നതിന് തുടങ്ങിയ പ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ കേട്ടത് ഹൈക്കോടതിയിൽ അതിനെതിരെ ഒരു റിട്ട്, ഒരു തിരുവനന്തപുരത്തുള്ള മഹാശയൻ, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചയാളല്ല, ഞാൻ എറണാകുളത്ത് ജനിച്ചതാണ്, കൊച്ചി രാജ്യത്ത് ജനിച്ചതാണ്. പക്ഷേ ഇവിടെ ജോലി തേടി വന്ന് തിരുവനന്തപുരത്ത് താമസമാക്കിയപ്പോൾ ഞാൻ ഈ നഗരത്തിൻ്റെ ഭാഗമായി. വായിച്ച് വളരാൻ ശ്രമിച്ചപ്പോൾ
എനിക്ക് ആദ്യം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ പേര് CB രാമൻപിള്ള എന്നും ആണ്. അതുകൊണ്ട് യാതൊരു ദുരുദ്ദേശവുമില്ല. ഈ പബ്ലിക് ലൈബ്രറിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കണം. ഉള്ളൂരിൻ്റെ പ്രതിമയുണ്ടോ അവിടെ? നമുക്കറിയാം. അപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു മഹാത്മാവ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തു. 10 വർഷം 9 വർഷം ആ റിട്ട് ഹൈക്കോടതിയിൽ നിലനിന്നു. നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതിനുള്ള പറ്റിയ പക്ക ഉദാഹരണം ആണ് അത്. 9.5 വർഷം ഹൈക്കോടതിയിൽ റിട്ട്. പക്ഷേ ഇതിനിടയിൽ ഞങ്ങൾ ചെയ്ത ഒരു ചെറിയ കാര്യം, കാനായി എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ഉണ്ണി എന്ന ശില്പിയെ, ശ്രീനാരായണ ഗുരുവിൻ്റെയും അതുപോലെ മറ്റ് മഹാശന്മാരുടെയൊക്കെ പ്രതിമ നിർമ്മിച്ച ഉണ്ണി കാനായിക്ക് ഒരു അഡ്വാൻസ് കൊടുത്തു. 10 ലക്ഷത്തിൽ നിൽക്കില്ല, എൻ്റെ 20 ലക്ഷം രൂപ അടുത്ത് വരും. ഞങ്ങളുടെ കൊച്ചു ശമ്പളത്തിൽ നിന്ന്, അന്ന് കൊച്ചു ശമ്പളമുള്ളൂ, ഇപ്പോൾ നല്ല പെൻഷനുണ്ട്, അതിൽ നിന്ന് പണം സമാഹരിച്ച് ബാക്കിയുള്ള തുക കണ്ടെത്തി. ഒറ്റ ആളോടും 10 പൈസ പിരിച്ചിട്ടില്ല. പൊതുജനങ്ങളിൽ നിന്ന് 10 പൈസ പിരിക്കാതെ ഞങ്ങൾ ഭാരവാഹികൾ പണം കണ്ടെത്തി ഉണ്ണിക്കാനായി ഏൽപ്പിച്ചു. പ്രതിമ അവിടെ ഒരുങ്ങി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സ്റ്റുഡിയോയിൽ മറഞ്ഞ് ഇരുന്നു. ഒരു വെള്ളിയാഴ്ച ഈ റിട്ട് ഹൈക്കോടതി വെക്കേറ്റ് ചെയ്തു. ഒരു വെള്ളിയാഴ്ച പിറ്റേ ദിവസം ഹൈക്കോടതി അവധി. പിന്നെ ഞായർ വെള്ളിയാഴ്ച രാത്രി കാനായി ഗ്രാമത്തിൽ നിന്ന് ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഒരു ലോറിയിൽ ഇത് മറച്ചു കെട്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അന്ന് രാത്രിയും പിറ്റേന്ന് പകലും കൊണ്ട് നമ്മുടെ പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ CB രാമൻപിള്ളയുടെ അർത്ഥകായ പ്രതിമ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനം എനിക്കുണ്ട്. വേറെ എല്ലാം പോയിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളൊന്നുമില്ല എങ്കിലും ചെറിയ നേട്ടങ്ങൾ മായ്ച്ചു കളഞ്ഞാലും എനിക്ക് അഭിമാനത്തോടു കൂടി തിരുവനന്തപുരത്ത് നിൽക്കാൻ കഴിയുന്നത് CB രാമൻപിള്ളയുടെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാനെന്നുള്ളത് ഇപ്പോഴും ആ സ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് അഭിമാനമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇതാണ് നമ്മുടെ പൊതുസമൂഹം പലപ്പോഴും നമ്മുടെ സാഹിത്യകാരന്മാരോട് അനുവർത്തിക്കുന്ന വൃത്തികെട്ട നയം എന്ന് ഈ പുസ്തകോത്സവത്തിൻ്റെ വേളയിൽ എല്ലാതും ഞാൻ എവിടെ പോയി പറയേണ്ടത് അതുകൊണ്ട് പറയുകയാണ്. ചെങ്കൽ സുകുമാരി CB രാമൻപിള്ളയുടെ കൊച്ചുമകൾ ആണ്. ഞാൻ പറഞ്ഞു 5 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ നോവൽ 5 6 എത്ര നോവൽ ഇത്രയേറെ അധ്വാനശീലയായ, അതുപോലെ കലയുടെ സാഹിത്യത്തിൻ്റെ അക്ഷരങ്ങളുടെ ലോകത്ത് അഭിമാനം കൊള്ളുന്ന നമ്മുടെ സഹോദരിമാർ എനിക്ക് അധികം പേരെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി ഈ സമയത്ത് സമർപ്പിക്കുന്നു. സ്ത്രീത്വത്തിൻ്റെ വിവിധ അന്തർഭാവങ്ങൾ, മാനസിക ഭാവങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്ന വൈരം എങ്ങനെ ശുദ്ധി ചെയ്ത്, വൈരം എന്ന് വെച്ചാൽ വിരോധം, ദ്വേഷം, അതെങ്ങനെ ശുദ്ധി ചെയ്ത് വൈരമാക്കി രത്നമാക്കി മാറ്റുവാൻ കഴിയും എന്നുള്ളത് ഒരു പരീക്ഷണം പോലെ ഈ അക്ഷര ലോകത്ത് സുകുമാരി സ്വീകരിച്ചിരിക്കുകയാണ്. മാലിനിയും സുകുമാരല്ലേ നായകൻ്റെ പേരുന്ന്, മാലിനിയുടെ മറ്റേ മാലിനി എനിക്കറിയാം, മറ്റേ നായകൻ്റെ പേര് ഉണ്ണിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആ ഒരു ചടുലമായ ആവിഷ്കാരങ്ങളാണ്. ഇതിനിടയിൽ അവതരിപ്പിക്കുന്ന ഒട്ടേറെ രസകരമായ സംഭവങ്ങളുണ്ട്. എനിക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇപ്പോഴിത് പ്രസക്തമാണ്. 30 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകമാണിത്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നമ്മുടെ പ്രിയങ്കരനായ വേണുഗോപൻ സാറ് മരിച്ചിട്ട് തന്നെ ഇപ്പോൾ വളരെ വർഷങ്ങളായി. 1991 ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ള ക്രൂര കർമ്മം പ്രിയപ്പെട്ട ചെങ്കൽ സുകുമാരി നടത്തി. അതിപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നതിന് യവനിക പബ്ലിക്കേഷൻസ് ഇടവരുത്തി എന്നുള്ളതിൽ അതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലെ ചെങ്കൽ സുകുമാരിയുടെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിന്
നേതൃത്വപരമായ പങ്ക് വഹിക്കാനും എനിക്ക് ഇടവന്നിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മയിൽ സൂക്ഷിച്ചുകൊള്ളട്ടെ. മാലിനിയുടെ മനസ്സിലൂടെയുള്ള എഴുത്തുകാരിയുടെ സഞ്ചാരം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പെൺമനസ്സിലൂടെയുള്ള അല്ലെങ്കിൽ പെൺമനസ്സിൻ്റെ വർത്തമാനങ്ങൾ എന്നുള്ള നിലക്ക് മാത്രം നമുക്ക് ഇതിനെ കാണാൻ വയ്യ. നമ്മുടെ സമൂഹത്തിൽ അനുഭവപ്പെടുന്ന ജാതീയമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന വ്യത്യസ്തമായ മതങ്ങളിൽ പെട്ടുപോയി എന്നുള്ള കാരണത്താൽ പ്രണയം വിലക്കുകയും അല്ലെങ്കിൽ നിഷിദ്ധമായി കരുതുകയും അവരെ ആക്രമിക്കുകയും അവർ പിറക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ പെരുമാറുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അവസ്ഥയോട് വളരെ ശക്തമായി നമ്മുടെ പ്രിയപ്പെട്ട ചെങ്കൽ സുകുമാരി പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ടീച്ചറിൻ്റെ കുട്ടികൾ വളർന്നു വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകില്ലേ? ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനികളാക്കി വളർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവ് പിടിവാശിക്കാരനല്ലാത്തതിനാൽ പ്രശ്നം ലഘൂകരിച്ചു. ടീച്ചറിൻ്റെ ചുമലിൽ തട്ടി ബി ബ്രേവ് എന്ന് പറഞ്ഞു. ടീച്ചർ, ഞാൻ നിരപരാധിയാണ്, സോറി, ഞാൻ ഉദ്ദേശിച്ചത് അമ്മയും അച്ഛൻ രണ്ട് മതത്തിൽപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെക്കുറിച്ച് പറയുകയാണ്. മനസ്സിലായില്ലേ? മനുഷ്യനായിട്ട് നമ്മളെല്ലാം പിറക്കുന്നു, പക്ഷേ ജനനം നമ്മെ പല ജാതികളാക്കി മതങ്ങളിലേക്ക് മുദ്ര കുത്തി മാറ്റുന്ന അവസ്ഥാവിശേഷം. ഇങ്ങനെ ഞാനിത് വളരെ ശക്തമായിട്ട് കാണുന്ന, എതിർക്കുന്ന, നോക്കണ്ട നിർത്തും ഒരു കാര്യമാണ്. ഒരു അന്തസ്സാരശൂന്യമായ നടപടികൾ നമ്മുടെ സമൂഹത്തിൽ ജനിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാം ജനിക്കുന്നത് ആരായിട്ടാണ്? മനുഷ്യരായിട്ടാണ്, അല്ലേ? ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടാണ്. ബൈബിളിൽ പറയുന്നത് മറീസിനോട് ഞാൻ പറയാണ്, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്, അല്ലാതെ ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചു എന്നല്ല. ആണോ? ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളെ യഹൂദനെ സൃഷ്ടിച്ചു എന്നാണോ? അല്ല. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു എന്നല്ലേ, എന്നാണ് പറയുക. അതുപോലെ നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ആദി പരാശക്തി, അവിടെ ജാതിയൊന്നുമില്ല. പരാശക്തിക്ക് ജാതിയും മതമൊന്നുമില്ല. അപ്പം ഈ ഒരു ജാതീയത, മതവിശ്വാസം പോട്ടെ, വിശ്വാസമാണ്, പക്ഷെ ജാതീയത മനുഷ്യനെ പല അറകളാക്കി മാറ്റുന്ന ജാതി ചിന്ത ഭാരതത്തിൽ ഇന്ന് നിലനിൽക്കുന്നു എങ്കിൽ അത് അപകടകരമാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. പാടുണ്ട് എങ്കിൽ, ആവും എങ്കിൽ നമുക്കൊരു ദേശീയത മതി. അത് ഭാരതീയർ എന്നുള്ള ദേശീയത മതി. വിശ്വാസം അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, അല്ലാതെ ജാതി മത ചിന്തകൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ നാട്ടിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മനുഷ്യൻ നന്നാവില്ല എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു നാട്ടിൽ ഈ ഒരു അവസ്ഥാവിശേഷം അപകടകരമാണ് എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ കൂടെ പറയുന്നില്ല. ഈ വൈര നിര്യാതന നശീകരണ മനോഭാവങ്ങളെ ശക്തമായി സൂക്ഷ്മമായി എതിർക്കുന്ന ഒരു പുസ്തകമാണ് വൈരശുദ്ധി. വൈരത്തെ ശുദ്ധി ചെയ്ത് വൈരമാക്കി മാറ്റുന്ന മനോഹരമായ ആഖ്യാന ചടുലത, മനുഷ്യഭാവാവിഷ്കാരം ചെങ്കൽ സുകുമാരിയുടെ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വെറും ഒരു കഥയല്ല, മാലിനിയുടെയും സുകുമാരൻ്റെയും കഥയല്ല, മറിച്ച് അതിനപ്പുറം നിൽക്കുന്ന മാനവികതയുടെ പരിശുദ്ധമായ അടയാളമാണ് വൈരശുദ്ധി ചെയ്ത് അല്ലെങ്കിൽ ശുദ്ധി ചെയ്തെടുത്ത സാക്ഷാൽ വൈരത്തിൻ്റെ തിളക്കമാണ് ഈ പുസ്തകത്തിന് ഉള്ളത് എന്നാണ് എനിക്ക് എൻ്റെ വായനയിൽ തോന്നിയത്. ഗ്രന്ഥകാരിയെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. മലയാളികളുടെ മലയാള സാഹിത്യത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ. അടുത്തത് ഡോക്ടർ ജി രാജേന്ദ്രപിള്ള സാർ സംസാരിക്കുന്നു. മലയാള ഭാഷയുടെ നിത്യ നിസ്തുല ഹരിത കഥാകാരൻ ആദരണീയനായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, ഈ വേദി സമ്പന്നമാക്കുന്ന ഏറെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഗുരുതുല്യരായ സാഹിത്യ പ്രവരന്മാരെ, ശ്രേഷ്ഠ ആത്മാക്കളെ, എല്ലാവർക്കും എൻ്റെ പുതുവത്സര നമസ്കാരം. ആദരണീയയും അനുഗ്രഹീതയുമായ ശ്രീമതി ചെങ്കൽ സുകുമാരി അവர்களுടെ ഏറ്റവും പുതിയ നോവലാണ് വൈരശുദ്ധി.
ഈ വൈരശുദ്ധി എന്ന നോവലിനെക്കുറിച്ച് ആധികാരികമായും സമഗ്രമായും ആരാധ്യനായിട്ടുള്ള ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ ഇവിടെ സവിസ്തരം സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഒരു സംഭാഷണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വേദി ഒഴിയാം. ഈ നോവൽ ശരിക്ക് അസാധാരണമായ മുഖഛായയുള്ള ഒരു നോവലെന്ന് ഞാൻ പറയട്ടെ. ഒരു അപൂർവമായ വൈഭവം പ്രകടമാക്കുന്ന ഒരു സൃഷ്ടിയാണ് ഇത് എന്ന് ഞാൻ പറയട്ടെ. CB രാമൻപിള്ള സാറിൻ്റെ കൊച്ചനന്തരവളുടെ അനുഗ്രഹീതമായ തൂലികത്തുമ്പിൽ നിന്ന് ശരിക്കും ഇറ്റുവീണ അക്ഷരക്കൂട്ടുകൾ കൂട്ടിവെച്ചപ്പോൾ 168 പേജുകളിലായി 25 അധ്യായങ്ങളിലായി ഒഴുകി പരന്നു കിടക്കുന്നു ഈ വൈരശുദ്ധി എന്ന് പറയുന്ന നോവലിൻ്റെ കഥാനദി. ഈ വൈരശുദ്ധിയിൽ ശരിക്കും നായികയായിട്ട് വരുന്നത് ഒരു കോളേജ് കുമാരിയായ മാലിനിയാണ്. ആ മാലിനി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെള്ളത്താമരമുട്ടിൻ്റെ സൗകുമാര്യമുള്ള മാലിനി എന്ന് പറയുന്ന പെൺകുട്ടി ജീവിതത്തിൻ്റെ വാതായനങ്ങൾ തുറന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൾക്ക് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ശരിക്കും അനുഭവിക്കേണ്ടി വരുന്ന നിരന്തര ദുരിതങ്ങളുടെ കഥയാണ് ഈ വൈരശുദ്ധി. അതിൻ്റെ ഫലമായിട്ട് ആ വൈരത്തിൽ നിന്ന് ശരിക്കും അവൾ പകരം ചോദിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് ശുദ്ധി വരുന്നു, വൈരശുദ്ധിയായിട്ട് മാറുന്നു. ഒരു ശനിദശക്കാരിയെ പോലെയാണ് ഇവളുടെ ജീവിതവും പോക്കും. ഒരു ദിവസം പോലും ശരിക്കും സന്തോഷമില്ല. സാറ് പറഞ്ഞതുപോലെ മകളുടെ മനസ്സിലാക്കാത്ത ഒരച്ഛൻ, അമ്മ ഇല്ല, നേരത്തെ മരിച്ചുപോയി. ഏറെ പ്രണയവുമായി നടക്കുന്ന തൻ്റെ കാമുകൻ ഉണ്ണിയേട്ടൻ, എന്നാൽ തന്നെ കൊത്തി വലിച്ചു കീറി തൻ്റെ ശരീരവും സൗന്ദര്യവും ശരി കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് കാമാർത്തിയുമായി നടക്കുന്ന കാമുകൻ ശരിക്ക് അമ്മാവൻ്റെ മകൻ സുരേന്ദ്രൻ. അതിനോടൊപ്പം തന്നെ ശരിക്ക് മധ്യവയസ്കനാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഒരല്പം ശൃംഗാരത്തോടെ ആദരഭാവത്തോടെ തന്നെ നോക്കുന്ന കെമിസ്ട്രി പ്രൊഫസർ. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്ത സമൂഹവും സുഹൃത്തുക്കളും ചുറ്റുവട്ടത്തും ഇതിനിടയിൽ കിടന്ന് ശരിക്ക് പതറുന്ന പിടയ്ക്കുന്ന ഒരു പെൺദേഹമാണ് ശരിക്ക് ഈ മാലിനി എന്ന് പറയുന്ന സ്കുട്ടി. ഇത്രത്തോളം മനോഹരമായിട്ട് ഈ കഥ ആവിഷ്കരിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നോവലിന് ഏറെ സവിശേഷതകളുണ്ട്. നമുക്കറിയാം, ലവ് മേക്സ് എവരിതിങ് ലവ്ലി എന്ന് വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയർ പറഞ്ഞെങ്കിൽ, ലവ്ലി അല്ല ഇവിടെ ലവിൽ നിന്നുണ്ടാവുന്നത്. ഇവിടെ ഉണ്ടാവുന്നത് ലവ് ഈസ് എ ഡെവിൾ. ഇവിടെ മാലിനിയുടെ പ്രണയം ശരിക്കൊരു ഡെവിളായിട്ടാണ് മാറുന്നത്. അവിടെ ജീവിതം പൂർണ്ണമായിട്ടും ദുസ്സഹമായിരുന്നു, അസഹനീയമായിട്ട് മാറുന്നു. ഇതിൽ എത്രത്തോളം ശരിക്ക് സവിശേഷത കണ്ടെത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഈ നോവൽ ആസ്വദിക്കാനും പറ്റും. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 32 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ നോവൽ. അതാണ് അതിൻ്റെ സവിശേഷത. അന്നത്തെ കാലഘട്ടവും അന്നത്തെ കഥാപാത്രങ്ങളുമാണ് ഇതിൻ്റെ പ്രത്യേകത. മാനസിക പിരിമുറുക്കം പൂർണ്ണമായിട്ട് വായനക്കാർക്ക് പോലും ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കഥന ശൈലി. ഊടും പാവും ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരമായിട്ട് ആണ് എന്ന് മാത്രമല്ല, ഈ കഥ പൂർണ്ണമായിട്ടും വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മളും ശരിക്ക് അറിയാതെ കരഞ്ഞു പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും പറയാൻ സമയക്കുറവുള്ളത് കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഓരോരുത്തരുടെയും ക്ഷമ ചോദിച്ചതുകൊണ്ട് വൈരശുദ്ധി എന്ന് പറയുന്ന ഈ നോവൽ പരക്കെ പാരായണം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം നോവൽ ശരിക്ക് വീണ്ടും എഴുതാൻ ആദരണീയായ നോവലിസ്റ്റ് ചെങ്കൽ സുകുമാരി അവர்களுടെ തൂലിക നിത്യവും കച്ചമുറുക്കി മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം സാഹിത്യം നല്ലതുപോലെ കൈകാര്യം ചെയ്യുന്ന ശ്രീമതി ജസീന്ത മോറിസ്. പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 3 പുസ്തകം എൻ്റെ പ്രകാശനം ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ഒരു ധൃതി, ടൈമിൻ്റെ വാല്യൂ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു പേഴ്സണാണ് ഞാൻ. ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ
ONV കുറുപ്പ് സാറ് രചിച്ച ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ എന്ന് പറഞ്ഞ ആ പാട്ടിലേക്ക് നമ്മൾ പോവും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുക്കുന്നതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളാണ്. എനിക്ക് പറ്റുന്നെങ്കിൽ, ഞാൻ ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന ആളായതുകൊണ്ട് ഇത് ഒരു ഫിലിമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാര്യം ഞാൻ പഴയ തലമുറയിലെ ആളാണ്. അതുകൊണ്ട് പഴയ തലമുറക്കാർ എപ്പോഴായാലും എത്ര പുതിയ തലമുറക്കാർ എന്തൊക്കെ ചെയ്താലും നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ പഴമയുണ്ട്. നമ്മളറിയാതെ തന്നെ പഴയ ഗാനങ്ങൾ, പഴയ ചിത്രങ്ങൾ, അങ്ങനെ പഴയ ആൾക്കാർ, ഇങ്ങനെ എല്ലാവരും ഓൾഡ് സ്കൂൾ എന്ന് വിചാരിക്കുന്ന രീതിയിൽ നമ്മളെപ്പോഴും പഴമയെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വൈരശുദ്ധി എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത് എന്തുകൊണ്ടായിരിക്കും ഈ ഡയമണ്ട് പേര് വരിക? ഡയമണ്ട് എന്തിനാണ് ശുദ്ധീകരിക്കുന്നത്? അങ്ങനെ ഡയമണ്ട് വളരെ ബ്യൂട്ടിഫുൾ, ഏറ്റവും പ്രഷ്യസ് ആയിട്ട്, വളരെ വിലപ്പെട്ട, നമുക്ക് സാധാരണക്കാർക്ക് അത് വാങ്ങാനോ ധരിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവം. അപ്പം ഇങ്ങനെ ഒരു തലക്കെട്ട് എന്തിനായിരിക്കും കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഡയമണ്ടിനെ കുറിച്ച് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ശരിക്കും ഇത്രയും ഒരു ഹാർഡസ്റ്റ് കാർബൺ ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റിന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉടനീളെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇതിനകത്ത് ഉടനീളം ഇതിനകത്ത് നായിക മാലിനി വളരെ സുന്ദരിയാണ്. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ പ്രെയർ സോങ്, അപ്പോൾ നല്ല ഗായികയാണ്, വളരെ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാം ഒരു ഡയമണ്ടിനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് പ്രഷ്യസ് മെറ്റലാണ്, എല്ലാം ബ്യൂട്ടിഫിക്കേഷനാണ്. അപ്പം വളരെ സൗന്ദര്യവും വിലയും എല്ലാം ഉള്ള രീതിയിലുള്ള കഥാപാത്രം മാലിനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ വൈരശുദ്ധി, ഈ വൈരം എന്ന് പറയുന്നത് ഡയമണ്ട് കൊണ്ടാണ് പല സംഭവം കട്ട് ചെയ്യുന്നത്, അത് മുറിക്കാൻ ഉപയോഗിക്കുന്ന കൂടെ ഒരു എലമെൻ്റാണ്. അപ്പോഴെന്താണ് ഇവിടെ മാലിനിക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം മാലിനിയെ ഇവിടെ ഒരു ഭ്രാന്തിയാക്കി, വേശ്യയാക്കി, അഹങ്കാരിയാക്കി, ധിക്കാരിയാക്കി, അങ്ങനെ മൊത്തത്തിൽ കൊള്ളരുതാത്ത ആയ്മകളായിട്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ മാലിനിയുടെ പര്യായ പദങ്ങളായി മാറുകയാണ്. അപ്പോൾ നല്ലൊരു സാധനം എങ്ങനെ മോശപ്പെട്ടതായി മാറുന്നു? ആ സാഹചര്യത്തിൽ അവൾ ജീവിച്ചു വരുമ്പോൾ സ്നേഹം മാത്രം, സ്ത്രീകൾക്ക് എപ്പോഴും സ്നേഹിക്കപ്പെടാനുമാണ് ഇഷ്ടം. അങ്ങനെ സ്നേഹം മാത്രം തുളുമ്പി നിന്ന മാലിനി എങ്ങനെയാണ് ഇത്രമാത്രം കഠിന ഹൃദയമായിട്ട്, ധിക്കാരിയായിട്ട്, പുരുഷന്മാരെ തല്ലുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സ്ത്രീയുടെ ഒരു പരിണാമം ഇവിടെ ഫുൾ പുസ്തകത്തിലും ഒരു സ്ത്രീയെക്കുറിച്ച് പലതവണ പലയിടത്ത് പല സാഹചര്യത്തിൽ ഇങ്ങനെ വിവരിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ സ്ത്രീകളുടെ എമോഷൻ, നമ്മൾ ആദ്യം പറയുമ്പം സ്ത്രീ സഹനം, ക്ഷമ, സ്നേഹം, പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളൊരു ഭ്രാന്തിയാകാനുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു കലിതുള്ളുന്ന ഒരു കാളിയായി മാറുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ദുർഗയാവുന്നുണ്ട്. അങ്ങനെ സരസ്വതി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു പോയാലും പിന്നീട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് സ്ത്രീയുടെ താണ്ഡവം, ആ ഒരു ദേഷ്യം കൊണ്ട്, സങ്കടം കൊണ്ട്, എല്ലാം കൊണ്ട്, ഇതെല്ലാം തന്നെ ഈ ഒരു താണ്ഡവ നൃത്തം ഈ വൈരശുദ്ധിയിൽ മാലിനി എന്നൊരു കഥാപാത്രത്തിലൂടെ വളരെ മനോഹരമായിട്ട് നമ്മുടെ സുകുമാരി ചേച്ചി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇനിയും സ്ത്രീകൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള എമോഷൻസ് ആണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ. കൂടുതൽ പേര് മുന്നോട്ട് വന്നൊരു സിനിമയാക്കി. കാര്യം ഇന്നത്തെ കാലത്ത് ദൃശ്യാവിഷ്കാരമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. വായനയെക്കാൾ കൂടുതൽ വിഷ്വൽസ് ആണ് പോകുന്നത്. ഇതൊരു ദൃശ്യാവിഷ്കാരമായി മാറ്റിയിരുന്നെങ്കിൽ നമ്മൾ പഴയ സിനിമകൾ ഇപ്പം വീണ്ടും പുതിയതിലോട്ട് വന്നിട്ടുണ്ട്, പഴയ പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഒരു സംഭവവും സിനിമയാക്കി മാറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ 6 ഷോർട്ട് ഫിലിംസ് സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസിന് 24-ാം തീയതി മണവാട്ടി കാത്തിരിക്കുന്നു വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും പഴയ ജനറേഷൻ പുതിയ ജനറേഷൻ തമ്മിലുള്ളൊരു സ്റ്റോറിയാണ്. മണവാട്ടി കാത്തിരിക്കുന്നു, പിന്നെ ലോകം അങ്ങനെയാണ്, അങ്ങനെ. പിന്നെ അല്ലാതെ 2-3 ഫിലിംസിൽ മറ്റുള്ളവരുടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 6 ഷോർട്ട് ഫിലിം, 6 ആൽബംസും, ഒരു പുനരാവിഷ്കാര വീഡിയോ, 21 പുസ്തകം എഴുതിയിട്ടുണ്ട്. താങ്ക് യു. നന്ദി. എഴുത്തുകാരി ശ്രീമതി ചെങ്കൽ സുകുമാരി അവർകൾ. ഏവർക്കും നമസ്കാരം. 1 മിനിറ്റ് പോലും തികച്ചില്ല. അതിന് ഒരു ഉപചാരമായി നന്ദി പറയുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അതിനു മുമ്പ് ഞാൻ എൻ്റെ നോവലിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എങ്കിലും വൈരശുദ്ധി എന്ന പേര് ഇട്ട ഈ നോവൽ പബ്ലിഷ് ചെയ്ത് ഒരാഴ്ച മുമ്പാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അർത്ഥം തന്നെ വൈരശുദ്ധി എന്നാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് വൈരം വന്നത് ദേഷ്യം, നമ്മളെ ആക്രമിച്ചതുകൊണ്ട് നമുക്ക് വൈരം വന്നു. ആ വൈരത്തിന് തീർക്കാൻ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. അതോടെ നമ്മുടെ വൈരത്തിലുള്ള പകയെല്ലാം മാറി, നമ്മളൊരു വജ്രമായി മാറിക്കഴിഞ്ഞു. നമുക്ക് ആരോടും പകയില്ല, വിദ്വേഷമില്ല. ഇതാണ് വൈരശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ ആദ്യമായി
നന്ദി പറയേണ്ടത് യശശരീരനായ ശ്രീ SV വേണുഗോപാൽ സാറിനാണ്. അദ്ദേഹം എൻ്റെ നോവലിന് അവതാരിക എഴുതി മൺമറിഞ്ഞു പോയെങ്കിലും ആ പാതാരമിത്തങ്ങളിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നന്ദി പറയുന്നു. ആദ്യമായി ഡോക്ടർ ശ്രീ ഓണക്കൂർ സാറിന് ഇത്രയും തിരക്ക്, ഇവിടെ തന്നെ 3 ഫംഗ്ഷൻ വേറെ ഉണ്ടായിരുന്നു. അതിനിടയിൽ സമയം കണ്ടെത്തി എൻ്റെ വാക്ക് വിസമ്മതിക്കാതെ ഇവിടെ വന്നതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ സാറിന് ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. യവനിക പബ്ലിക്കേഷൻ്റെ. അടുത്തതായി ഡോക്ടർ രാജേന്ദ്രൻ സാറ് ഹിന്ദി ഭാഷാ പണ്ഡിതനും പ്രഗത്ഭയായ വാഗ്മിയും ഒക്കെയാണ്. അദ്ദേഹത്തിന് എനിക്ക് വായന കൂട്ടായ്മയിലൂടെ തന്നെ നല്ല പരിചയമുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയതിലും സംസാരിച്ചതിനും ഞാൻ അതീവമായ നന്ദി യവനികയ്ക്ക് വേണ്ടി എൻ്റെ സ്വന്തമായും അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ജസീന്ത മോറിസ് ആർട്ടിസ്റ്റും 3 ഭാഷയിലെ ഗ്രന്ഥകാരിയുമാണ്. അവർക്കും അവതാരികൻ കലാം കൊച്ചേറയ്ക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്ന് എല്ലാം ക്ഷമയോടെ കേട്ട ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തക ചർച്ച ഏറ്റെടുത്ത യവനിക പബ്ലിക്കേഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അതിൻ്റെ അമരക്കാരൻ രാജേന്ദ്ര സാറിനും പ്രത്യേകം നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.